നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും മുന്നിലൊരു കസേരയുണ്ട്. എങ്ങനെ കിട്ടുന്നതാണ്? അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടുന്നതല്ല. അത് ഈ ചരിത്രം, ഇന്ത്യയുടെ വലിയ ചരിത്രം ഉണ്ടായി കൊടുത്തതാണ്. ലോകത്തിലെ ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൈ കൊടുക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഇരുത്തും. അത് ഈ രാജ്യം മഹത്തരമായിട്ട് ഈ പിൻഗാമികൾ നയിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കണം. അതാണ് 47-ലും 48-ലും 62-ലും 65-ലും 71-ലും 99-ലും വലിയ യുദ്ധം ചെയ്തവരാണ് നമ്മൾ. യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ തകർക്കാൻ പോകുന്ന സംഗതിയാണ്. അവിടെ നമ്മൾ പിടിച്ചു നിന്നു. യുദ്ധപരാജയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക്. ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ അത് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നുകൂടി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റി. ഇപ്പോൾ ഒരു ആണവ ശക്തിയാണ് ഇന്ത്യ. ആ നിലയ്ക്ക് ഇന്ത്യയെ പരുവപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ആണവായുധങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു രാഷ്ട്രം എന്ന നിലയിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതൊക്കെ ചെറുതല്ലാത്ത, ഇപ്പോൾ എന്താണ് അതിലെ ഒരു ബുദ്ധൻ ചിരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ആദ്യത്തെ ആ ബോംബ് ആണവ പൊഖ്രാനിലെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏത് തരത്തിലും മുന്നോട്ട് പോകാൻ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഷ്ട്രത്തിന് കഴിഞ്ഞു. അവിടെ എന്താ സംഭവിക്കുന്നത്? എത്ര ആളുകളുടെ ചോര വീണു, എത്ര ആളുകൾ ഈ പ്രതിസന്ധിയിലും ഈ പട്ടിണിയിലും ഈ പോരാട്ടത്തിലുമൊക്കെ പൊരുതി വീണിട്ടുണ്ട്. അവരെ എല്ലാം ഓർത്തു പോകേണ്ട സമയമാണിത്. കാരണം രാജ്യം മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പട്ടിണി ഉണ്ടായിരുന്നു ഈ നാട്ടിൽ എന്നിപ്പോൾ കേരളം വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഈ അതിദരിദ്രരില്ലാത്ത കേരളം കുറേ കൂടി വ്യത്യസ്തമായി വളർന്നു. അതിദരിദ്രരില്ലാത്ത ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ 10-25 വർഷം മുമ്പ് പട്ടിണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ പുതിയ ആളുകൾ വിശ്വസിക്കുമോ? ആ പട്ടിണിയിൽ കഴിഞ്ഞവർ പോലും അത് മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളർച്ചയിലേക്ക് രാജ്യത്തെ നയിച്ചവരെ എല്ലാവരെയും ഓർക്കാനുള്ള അവസരമായി തന്നെ നമുക്ക് ഈ 79-ാം വാർഷികത്തെ കാണാം.